നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ടൗണിൽ നിന്നും ബൈക്ക് മോഷണം പോയി. ഇതേ സമയത്ത് തന്നെ ഇടമുളയ്ക്കൽ കൈപ്പള്ളിമുക്കിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആട്ടോ കൺസൾട്ടിംഗ് ഏജൻസിയുടെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ഓട്ടോറിക്ഷ രണ്ടുപേർ ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ശേഷം 1 കിലോമീറ്റർ മാറി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. തടിക്കാട് സ്വദേശി ഷൈജുവിന്റെ ആട്ടോയാണ് കൺസൾട്ടിംഗ് ഏജൻസിയുടെ മുന്നിൽ സൂക്ഷിച്ചിരുന്നത്. ഇതാണ് രണ്ടുപേർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും തൊട്ടടുത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുകയും ചെയ്തത്. അഞ്ചൽ അർച്ചന തിയേറ്ററിൽ എമ്പുരാൻ സിനിമ കാണുവാൻ വന്ന കുളത്തൂപ്പുഴ കടമ്മാൻകോട് സ്വദേശി അഖിലിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. 30/3/2025 രാത്രി 11:55 ഷോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ എൻ്റെ സഹോദരനും ഒരു കസിൻ ബ്രദർ കൂടാണ് സിനിമയ്ക്ക് വന്നത്. അപ്പോൾ എത്തിയ ശേഷം പാർക്കിങ്ങിനായിട്ട് അകത്തോട്ട് എത്തിയപ്പോഴത്തേക്കും 9:30 ഷോയുടെ ഇത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പാർക്കിംഗ് ഫുള്ളാണ്, ദയവ് ഇത് പുറത്ത് വെക്കണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇവിടെയൊക്കെ നോക്കിയെങ്കിലും ഒരു സെക്യൂരിറ്റിയുടെ ഒരു പ്രശ്നം തോന്നിയതുകൊണ്ട് തിരിച്ചും ചെന്നപ്പോഴത്തേക്കും അവർ അതേ മറുപടി തന്നതിൻ്റെ പേരിലാണ് അർച്ചന തിയേറ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുണ്ടായത്. പടം കഴിഞ്ഞ് തിരിച്ച് ഏകദേശം 2:30-3 മണിക്ക് ആ സമയപ്പോൾ ഇറങ്ങിയതിന് ശേഷം എൻ്റെ ബൈക്ക് മാത്രമേ കാണാനില്ല. ഞാനും സഹോദരങ്ങളും മൊത്തം തേടിയെങ്കിലും വണ്ടി കിട്ടിയില്ല എന്ന് വേണം പറയാൻ. സഹോദരൻ്റെ ബൈക്കാണ്, അപ്പോൾ നമ്മൾ വിശ്വസിപ്പിച്ച ബൈക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പരാതി കൃത്യം ആ സ്പോട്ടിൽ തന്നെ അന്വേഷിച്ച് നമ്മുടെ കൂടെ അവരും വന്നായിരുന്നു. അർച്ചനയിലെ സ്റ്റാഫുകൾ വന്ന് താഴെ മേളിലൊക്കെ പോയെങ്കിലും വണ്ടി കണ്ടില്ല. അപ്പോൾ തന്നെ സ്റ്റാഫിലൊരാൾ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഞാനും സഹോദരങ്ങളും നേരെ സ്റ്റേഷനിലോട്ടാണ് ചെന്നത്. അപ്പോൾ തന്നെ റിട്ടേണായിട്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് CCTV ചെക്ക് ചെയ്യാനായിട്ടാണ് ഇന്ന് രാവിലെ പോലീസിനോടൊപ്പം തന്നെയാണ് വന്നത്. CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഞ്ചൽ അർച്ചന തിയേറ്ററിൽ രാത്രി 11 മണിയോടെ പ്രത്യേക ഷോ കാണാനെത്തിയ അഖിൽ തിയേറ്റർ വളപ്പിൽ വാഹനങ്ങളുടെ തിരക്ക് മൂലം തിയേറ്റർ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം തിയേറ്ററിന്റെ മുൻവശത്തെ റോഡരികിൽ ബൈക്ക് പാർക്ക് ചെയ്തതിനു ശേഷമാണ് സിനിമ കാണുവാനായി കയറിയത്. സിനിമ കഴിഞ്ഞ് പുലർച്ചെ 2 മണിയോടെ അഖിൽ എത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിഞ്ഞത്. തിയേറ്റർ ജീവനക്കാരുടെ സഹായത്തോടെ പരിസരത്ത് ബൈക്കിനു വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല. ഇതേ സമയം തന്നെയാണ് അഞ്ചൽ ആയൂർ റോഡിൽ കൈപ്പള്ളിമുക്കിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ആട്ടോ കൺസൾട്ടിംഗ് ഏജൻസിയുടെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ഓട്ടോറിക്ഷയും രണ്ടുപേർ ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നത്. ആട്ടോ കൺസൾട്ടിംഗ് ഉടമ തടിക്കാട് സ്വദേശി ഷൈജു അഞ്ചൽ പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആട്ടോ അഞ്ചൽ ആയൂർ റോഡിൽ തന്നെ 1 കിലോമീറ്റർ മാറി ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയത്. 31-ാം തീയതി വെളുപ്പിലെ 2:10 ഇവിടെ രണ്ടുപേര് വന്ന് ഇവിടെ കിടന്ന വണ്ടി എടുത്ത് കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് തട്ടി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ അഞ്ചൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിച്ച് കണ്ടെത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. CCTV ദൃശ്യമൊക്കെ എല്ലാം ഉണ്ട്, വീഡിയോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ക്യാമറ ഉണ്ടായിരുന്നു, ആള് ഫോട്ടോ വ്യക്തമാണ്, എല്ലാം അഞ്ചൽ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പോലീസുകാർ എൻ്റെ നിയമ നടപടിയിൽ സ്വീകരിച്ച് പ്രതി ആരാന്ന് വെച്ചാൽ അവരെ കണ്ടെത്തുക. രാത്രി 10-15,000 രൂപയുടെ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കൊണ്ടുപോയി ഇവർ തട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡൈനാമ എല്ലാം കംപ്ലൈൻ്റ് ആക്കി കംപ്ലീറ്റ് വയറുകളും ഇവർ കട്ട് ചെയ്തിട്ടൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. പക്ഷേ വണ്ടി സ്റ്റാർട്ടാവാത്തതുകൊണ്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്തോന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പോലീസ് ഇന്നലെ തന്നെ പരാതി കൊടുത്തു. ഇതോടെ ബൈക്ക് മോഷണം പോയതിന് പിന്നിലും ഓട്ടോ മോഷണ ശ്രമം നടത്തിയതിന് പിന്നിലും അഞ്ചൽ പോലീസ് കേസെടുത്ത് അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ.